we will derive the general uncertainty relation. നമ്മൾ derive ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് general uncertainty relation. ഇത് derive ചെയ്യുന്നതിന് മുമ്പ് we need to know what is uncertainty. Uncertainty എന്താണെന്ന് അറിയണം അല്ലേ? Uncertainty is the root mean square deviation from the mean. Uncertainty in A is delta A and it is the root എന്ന് പറയുമ്പോൾ സ്ക്വയർ റൂട്ട് മീൻ എന്നുള്ളതിൻ്റെ സിമ്പിളാണ്, ആവറേജ് വാല്യൂവിൻ്റെ സിമ്പിളാണിത്. റൂട്ട് മീൻ സ്ക്വയർ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ മൈനസ് ആണ് അല്ല, സബ്ട്രാക്ഷനാണ്. ഫ്രം ദ മീൻ. സോ ദ ഡീവിയേഷൻ ഓഫ് എ ഫ്രം ആവറേജ് എ, അതായത് മീനിൽ നിന്നുള്ള ഡീവിയേഷൻ, അതിൻ്റെ സ്ക്വയർ ദെൻ ദ മീൻ വാല്യൂ ഓഫ് ദാറ്റ്, അതിൻ്റെ റൂട്ട് ഓഫ് mean of square of deviation from the mean. That is the uncertainty. ഇതാണ് uncertainty കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഡെൽറ്റ എ സ്ക്വയർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മീൻ ഓഫ് സ്ക്വയർ ഓഫ് ഡീവിയേഷൻ ഫ്രം ദ mean. And within brackets this is a square minus b square, a square minus 2ab plus b square. ഇതിൻ്റെ മീൻ വാല്യൂ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം എ സ്ക്വയർ ആണ്. എ സ്ക്വയറിൻ്റെ മീൻ വാല്യൂ, സെക്കൻഡ് ടേം എയുടെ മീൻ വാല്യൂ ഇൻറ്റു ഓൾറെഡി എ മീനാണ്, മീൻ ഓഫ് എ പ്ലസ് മീൻ സ്ക്വയർ. And this is equal to -2 മീൻ സ്ക്വയർ. മീനിൻ്റെ സ്ക്വയർ ഇവിടെ പ്ലസ് mean square ഉണ്ട്, so 1 mean square gets cancelled, and this is mean of square minus square of mean. ഇത് രണ്ടും ഒരേ ടൈം ആണ്, -2 into this value. അപ്പോൾ ഈ രണ്ട് ടേമുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആദ്യത്തേത് സ്ക്വയറിൻ്റെ മീനാണ് അല്ലേ, സെക്കൻഡ് ടേം എന്ന് പറയുന്നത് മീനിൻ്റെ സ്ക്വയർ ആണ്, ആവറേജ് വാല്യൂ സ്ക്വയർ ആണ്. ഫസ്റ്റ് ടേം ഇസ് ആവറേജ് ഓഫ് സ്ക്വയർ ആൻഡ് ദിസ് ഇസ് ഡെൽറ്റ എ സ്ക്വയർ. Then let's define two Hermitian operator a and b such that ab commutation of AB അല്ലെങ്കിൽ കമ്മ്യൂട്ടേറ്റീവ് ബ്രാക്കറ്റ് ഓഫ് എ ബി ഇസ് IC. എ ബി സി എന്ന് പറയുന്ന മൂന്ന് ഓപ്പറേറ്റേഴ്സ്, ആൻഡ് ദിസ് കമ്മ്യൂട്ടേറ്റീവ് ബ്രാക്കറ്റ് ഓഫ് എ ബി ഇസ് ഈക്വൽ ടു IC, and then define a new operator R in terms of this A and B, like A is equal to A plus IMB, and M is a real number. M ഒരു നമ്പറാണ്, എ റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ M star equal to M. അപ്പോൾ റിയൽ നമ്പറാണ് M. Then find the inner product of R psi. അപ്പോൾ ഇതെന്താണ്? സെയിം ഫങ്ഷൻ വരുമ്പോൾ അതിൻ്റെ ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നോം ആണല്ലോ, നോം.
ഇപ്പോൾ നോം നമ്മൾ പറഞ്ഞു ലെങ്ത്തിന് ഇക്വലൻ്റ് ആണ് ആൻഡ് ലെങ്ത് ഈസ് ഓൾവേസ് പോസിറ്റീവ്. സോ ലൈക്ക് ദാറ്റ് നോം ഈസ് ഓൾവേസ് പോസിറ്റീവ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ദെൻ എങ്ങനെയാണ് ഇതിൻ്റെ എക്സ്പാൻഷൻ? ഇൻ്റഗ്രൽ ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ്റെ സ്റ്റാർ അല്ല ആർ സൈ സ്റ്റാർ, ദെൻ ആർ സൈ ഡീറ്റോ. ആർ എന്താണ്? ആർ ഇസ് എ പ്ലസ് ഐ എം ബി. സോ ആർ സ്റ്റാർ എന്ത് വരും? എ സ്റ്റാർ മൈനസ് ഐ എം ബി സ്റ്റാർ. സോ ദിസ് ഈസ് ഇൻ്റഗ്രൽ ഓഫ് എ സ്റ്റാർ മൈനസ് ഐ എം ബി സ്റ്റാർ psi star r is a plus I m b psi d2, and that is greater than or equal to 0. And then we can write this as a star in the bracket open a star psi star a plus imb psi. First term a star psi star a plus imb psi d2. Second term minus imb star into psi star into the rest of the term, that is minus im integral of b star and these two terms, these three terms, b star a plus imb psi d2, and this is always the total value always greater than or equal to 0. And since A is Hermitian, we can write A here. A Hermitian ആയതുകൊണ്ട് ആ ഒരു ഇന്നർ പ്രൊഡക്റ്റിൻ്റെ ബ്രാക്കറ്റിൽ നമുക്ക് റൈറ്റ് ലെഫ്റ്റിലേക്ക് എഴുതാം, അല്ലെങ്കിൽ ഫസ്റ്റ് കമ്പോണൻറ്റിനെ സെക്കൻഡ് ടേമിൻ്റെ കൂടെ എഴുതാം, ബിക്കോസ് എ ഇസ് ഹെർമേഷ്യൻ. ഇപ്പോൾ സെക്കൻഡിലേക്ക് പോകുമ്പോൾ എ സ്റ്റാർ എന്നുള്ളത് എ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ അതുപോലെ we can write b star here. b star എന്ന് പറയുന്നത് സെക്കൻഡ് കമ്പോണൻറ്റിൻ്റെ കൂടെ എഴുതാം. സെക്കൻഡ് കമ്പോണൻറ്റിൻ്റെ കൂടെ വരുമ്പോൾ ഇറ്റ് വിൽ ബി ബി അല്ല, കാരണം സെക്കൻഡ് കമ്പോണൻറ്റിന് സ്റ്റാർ ചെയ്യുന്നില്ല. And now this is integral of psi star a plus imb psi d2 minus im into integral of psi star b star second termലേക്ക് പോയി b into a plus imb psi d2, and this is greater than or equal to 0. And here we can take this common term. ഈ ഒരു കോമൺ ടേം അത് കഴിഞ്ഞാലുള്ള എന്താണ്? So we can write this as psi star, then first ടേമിലെ a minus second ടേമിലെ minus im b then the common term a plus imb psi d2. അപ്പോൾ ഈ രണ്ട് ടേമിലും ലെഫ്റ്റ് സൈഡിൽ സൈ സ്റ്റാർ ആണ് അല്ല, ലെഫ്റ്റ് സൈഡിൽ സൈ സ്റ്റാർ ആണ്. റൈറ്റ് സൈഡിൽ എന്താണ്? എ പ്ലസ് ഐ എം ബി സൈ, എ പ്ലസ് ഐ എം ബി സൈ ഡീറ്റോ. അപ്പോൾ അത് കോമൺ ആയി എഴുതി, സൈ സ്റ്റാർ എ പ്ലസ് ഐ എം ബി സൈ ഡീറ്റോ. പിന്നെ ഫസ്റ്റ് ടേമിൽ ബാക്കിയുള്ളത് എ ആണ്, സെക്കൻഡ് ടേമിൽ മൈനസ് ഐ എം ബി ഇസ് ദ റിമൈനിങ് ടേം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ ഇത് രണ്ടും ഈ സെയിം
ടു എക്സ്പ്രഷൻസ് ആയിട്ട് കിട്ടും. ആൻഡ് ദെൻ ദിസ് ഇസ് psi star ബ്രാക്കറ്റ് മൾട്ടിപ്ലൈ ചെയ്യുക, എ മൈനസ് ഐ എം ബി ഇൻറ്റു എ പ്ലസ് ഐ എം ബി, എ ഇൻറ്റു എ സ്ക്വയർ എ ഇൻറ്റു ഐ എം ബി പ്ലസ് ഐ എം. ഓപ്പറേറ്റർ ആയതുകൊണ്ട് ഓർഡർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. എ ഇൻറ്റു ബി എന്ന് പറയുന്നത് എ ഇൻറ്റു ബി തന്നെയാണ്, ബി ഇൻറ്റു എ എന്ന് എഴുതരുത്. സോ ഐ എം ഇൻറ്റു ഐ എം കോൺസ്റ്റൻ്റ് ആണ്, ഐ കോൺസ്റ്റൻ്റ് ആണ്, എം എസ് എ കോൺസ്റ്റൻറ്റ്. സോ ഐ എം എ ഇൻറ്റു ബി ഇസ് എ ബി. സെക്കൻഡ് ടേം minus imb into a, that is minus im into b into a, b a എന്ന് തന്നെ എഴുതണം, എ ബി എന്ന് എഴുതാൻ പറ്റത്തില്ല, b into a is b a, then this term into this term, plus I into minus I square into minus 1 അല്ല, I square minus 1 ആണ്, minus minus plus m square, b into b is b square. im ab minus im ba. അപ്പോൾ im കോമൺ ആണ്, im കോമൺ ആണെങ്കിൽ എ ബി മൈനസ് ബി മൈനസ് ബി എന്താണ്? ദ കമ്മ്യൂട്ടേഷൻ ബ്രാക്കറ്റ് ഓഫ് എ ബി. ആൻഡ് വി ഹാവ് ഓൾറെഡി ഡിഫൈൻഡ് കമ്മ്യൂട്ടേഷൻ ബ്രാക്കറ്റ് ഓഫ് എ ബി എസ് ഐ സി. എ ബിക്ക് പകരം ഐ സി എന്ന് എഴുതാം. ഹിയർ ദർ ഇസ് സൈഡ് കിട്ടും. And this is equal to psi star a square plus im into ab minus ba. Im into ab minus ba is ic plus m square b square psi d2. I into I square and I square is minus 1 into mc minus mc. And this is equal to integral of psi star a square minus mc plus m square b square psi d2 greater than or equal to 0. Then find the each term. Each of the term then expand ചെയ്യുമ്പോൾ psi star a square psi d2 എന്താണ്? എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എ സ്ക്വയർ. അല്ല, എക്സ്പെക്റ്റേഷൻ വാല്യൂൻ്റെ ഡെഫിനിഷനാണ്. എക്സ്പെക്റ്റേഷൻ ഓഫ് എ എന്ന് പറയുന്നത് psi star a psi d2. അപ്പോൾ എ സ്ക്വയർ ആണ് മിഡിൽ വരുന്നെങ്കിൽ എന്താണത്? എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എ സ്ക്വയർ ആണ്. psi star a square psi d2 എന്ന് പറയുന്നത് എ സ്ക്വയറിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ. ദെൻ സെക്കൻഡ് ടേം എന്താണ്? ഇതേപോലെ psi star psi d2ൻ്റെ മിഡിൽ വരുന്ന ഓപ്പറേറ്ററാണ്, അതപ്പോൾ എക്സ്പെക്റ്റേഷൻ വാല്യൂ ആയിരിക്കും. എം കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് വി ക്യാൻ റൈറ്റ് മൈനസ് എം ടു ദ ലെഫ്റ്റ്, ദെൻ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് സി പ്ലസ് അഗെയിൻ എം കോൺസ്റ്റൻ്റ് ആണ്, എം സ്ക്വയർ, and that is the expectation value of b square, and this is always greater than or equal to 0. And then we find the minimum value of m. For a function the minimum value കാണണമെങ്കിൽ equate the first derivative of the function to 0. അതാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. ഏതെങ്കിലും ഒരു വേരിയബിളിൻ്റെ ടേംസിൽ അതിൻ്റെ മിനിമം വാല്യൂ കാണണമെങ്കിൽ ആ വേരിയബിളുമായിട്ടുള്ളതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ ഇവിടെ let's find the minimum value with respect to എമ്മിൻ്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് is obtained from when the first derivative with respect to m is 0. ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്താൽ let this be equation 1. ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്താൽ ഫസ്റ്റ് ടേമിലേക്ക് എം ഇല്ല, സോ ഡെറിവേറ്റീവ് is 0. Then minus m into c, minus m with respect to m minus 1 ആണല്ലോ, അപ്പോൾ minus 1 into c plus m സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് with respect to m is 2m b square is 0. And from this
m is equal to c by 2b square. And substitute this in equation 1. Equation 1 substitute ചെയ്യുക. Equation 1 substitute ചെയ്താൽ we get a square minus m. m എന്താണ്? m is c by 2b square into c plus m square b square. m square is c square by 2 b square. And this is equal to a square b square greater than or equal to c square by 4. And let this be equation 2. Then we find the commutation bracket of a minus a, b minus expectation b. Commutation കാണണമെങ്കിൽ ആദ്യം ഫസ്റ്റ് ടേം ഇൻറ്റു സെക്കൻഡ് ടേം മൈനസ് തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നല്ല, മൈനസ് സെക്കൻഡ് ടേം ഇൻറ്റു ഫസ്റ്റ് ടേം. സോ എ മൈനസ് മീൻ എ ഇൻറ്റു ബി മൈനസ് മീൻ ബി മൈനസ് b minus mean b into a minus mean a. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. ദിസ് ഈസ് എ ബി. അഗെയിൻ ഓർഡർ മാറ്റരുത്. എ ബി ഇസ് എ ബി. എ ബി മൈനസ് എ എക്സ്പെക്റ്റേഷൻ ഓഫ് ബി മൈനസ് എക്സ്പെക്റ്റേഷൻ എ ബി മൈനസ് മൈനസ് പ്ലസ് പ്ലസ് expectation A, expectation B. expectation Aയും expectation B ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ പിന്നെ expectation A into expectation B is equal to expectation B into expectation A. ആവറേജ് വാല്യൂ ആയിക്കഴിഞ്ഞാൽ ഓർഡർ ചേഞ്ച് ചെയ്യുന്നത് കുഴപ്പമില്ല, സെയിം ആണ്. എ ബി എന്ന് പറയുന്നത് ആവറേജ് എ ഇൻറ്റു ആവറേജ് ബി ഇസ് ഈക്വൽ ടു ആവറേജ് ബി ഇൻറ്റു ആവറേജ് എ. ആവറേജ് എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും. പിന്നെ അത് ഇൻ്റർചേഞ്ച് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്താലും അതേ വാല്യൂ ആണ് കിട്ടുന്നത്. മൈനസ് ഓഫ് ബി എ മൈനസ് ബി എക്സ്പെക്റ്റേഷൻ എ മൈനസ് ബി എ പ്ലസ് എക്സ്പെക്റ്റേഷൻ ബി ഇൻറ്റു എക്സ്പെക്റ്റേഷൻ എ. ഇവിടെ എക്സ്പെക്റ്റേഷൻ എ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ബി മൈനസ് എക്സ്പെക്റ്റേഷൻ ബി ഇൻറ്റു എക്സ്പെക്റ്റേഷൻ എ. എക്സ്പെക്റ്റേഷൻ വാല്യൂ ചെയ്തുകൊണ്ട് എ ബി is equal to BA expectation. And then here these two terms gets cancelled. അതുപോലെ എക്സ്പെക്റ്റേഷൻ എ ഇൻറ്റു ബി. എക്സ്പെക്റ്റേഷൻ എ കോൺസ്റ്റൻറ്റ് വാല്യൂ പോലെയുള്ളൂ. അപ്പോൾ അത് റൈറ്റിലും ലെഫ്റ്റിലും നിന്നാൽ ഒരേപോലെയാണ്. ഈ രണ്ട് ടേമുകൾ ക്യാൻസൽ ചെയ്തു, ഈ രണ്ട് ടേമുകൾ ക്യാൻസൽ ചെയ്തു. ദിസ് ടു ടേംസ് ഗെറ്റ് ക്യാൻസൽഡ്. എ ബി എന്ന് പറയുന്ന ഓപ്പറേറ്ററാണ് അല്ലേ. എ ബി ഈസ് നോട്ട് ഈക്വൽ ടു ബി എ. എ ബി മൈനസ് ബി എ ആണ്. ദിസ് ഇസ് ദ വാല്യൂ. എ മൈനസ് എ ഇൻറ്റു ബി മൈനസ് ബി അതിൻ്റെ കമ്മ്യൂട്ടേഷൻ ബ്രാക്കറ്റും എ ബിയുടെ കമ്മ്യൂട്ടേഷൻ ബ്രാക്കറ്റും ഒന്ന് തന്നെയാണ്. That means we can replace AB by A minus expectation A and B by B minus expectation B in the last equation. ഈ ഒരു equation 2-ൽ എക്ക് പകരം A minus expectation A എന്ന് കൊടുക്കാം, ബിക്ക് പകരം B minus expectation B എന്ന് കൊടുക്കാം. അപ്പോൾ എന്തായിരുന്നു അല്ലേ, സ്ക്വയർ. എക്ക് പകരം A minus മീൻ എ സ്ക്വയർ ഉണ്ടായിരുന്നു. ദെൻ
സ്ക്വയർ ബിക്ക് പകരം ബി മൈനസ് എക്സ്പെക്റ്റേഷൻ ബി ആൻഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു സി സ്ക്വയർ ബൈ 4. എന്താണ്? ദിസ് ഇസ് ഡെൽറ്റ എ ആൻഡ് ദിസ് ഇസ് ഡെൽറ്റ ബി ഇസ് ഈക്വൽ ടു സി സ്ക്വയർ ബൈ 4. സി എന്താണ്? സി എന്ന് പറയുന്നത് എ ബിയുടെ കമ്മ്യൂട്ടേറ്റർ എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അതാണ് ഐ സി. അപ്പോൾ എന്താണോ എ ബിയുടെ കമ്മ്യൂട്ടേറ്റർ അതിനെ ഐ സി ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് അതിൽ നിന്നാണ് സി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഇഫ് എ ഇസ് എക്സ് ആൻഡ് ബി ഇസ് പി എക്സ്. എക്സ് പി എക്സ് ആണ്, എ എക്സ് ആണെന്ന് വിചാരിക്കുക, ബി ഇസ് പി എക്സ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ നമുക്കറിയാം അല്ല, ദിസ് ഇസ് മൈനസ് ഐ എച്ച് കട്ട്. അപ്പോൾ സി എന്തായിരിക്കും? സി എന്ന് പറയുന്നത് ഇക്വേറ്റ് ചെയ്താൽ മൈനസ് എച്ച് കട്ടാണ്. സി ഇസ് മൈനസ് എച്ച് കട്ട്. അപ്പോൾ സി സ്ക്വയർ എന്ന് പറയുന്നത് എച്ച് കട്ട് സ്ക്വയർ ബൈ 4. സോ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി എക്സ് ഇസ് approximately h cut square. This is square. Delta x square delta h square by 4 delta x delta px is approximately h cut എന്ന് എടുക്കും ചില കേസിൽ h cut by 2. ഇപ്പോൾ രണ്ട് ഓപ്പറേറ്റർ കമ്മ്യൂട്ട് ചെയ്യുമെങ്കിൽ ഇപ്പോൾ എയും ബിയും കമ്മ്യൂട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. കമ്മ്യൂട്ട് ചെയ്താൽ എ ബി 0 അല്ല, എ ബി 0 ആണെങ്കിൽ വാട്ട് ദാറ്റ് മീൻസ് ഇസ് സി 0. എ ബി 0 ആണെങ്കിൽ എ ബി ആണ് ഐ സി എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഐ സി 0 ആണെങ്കിൽ സി 0. അപ്പോൾ സി 0 ആണ്. ഇഫ് എ ആൻഡ് ബി കമ്മ്യൂട്ട് ഡെൽറ്റ എ ഇൻറ്റു ഡെൽറ്റ ബി ഈസ് 0. അപ്പോൾ എയും ബിയും കമ്മ്യൂട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, കമ്മ്യൂട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ എ ബിയുടെ കമ്മ്യൂട്ടേഷൻ ബ്രാക്കറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും നോൺ സീറോ വാല്യൂ കിട്ടും. അപ്പോൾ ആ കേസിൽ നമ്മൾ പറയും എ ആൻഡ് ബി ഡു നോട്ട് കമ്മ്യൂട്ട്. അപ്പോൾ ആ കേസിൽ ദർ വിൽ ബി ദിസ് റിലേഷൻ. ഒരു ഓപ്പറേറ്റർ കമ്മ്യൂട്ട് ചെയ്യുന്നതുമായിട്ടാണ്, ആ ഒരു കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ കമ്മ്യൂട്ട് ചെയ്യുന്നില്ലേ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് അൺസർട്ടൈൻറ്റി ഇരിക്കുന്നത്. ഇപ്പോൾ കമ്മ്യൂട്ട് ചെയ്യുന്ന ഓപ്പറേറ്റർ ആണെങ്കിൽ, അതായത് കമ്മ്യൂട്ടേഷൻ ബ്രാക്കറ്റ് 0 ആണെങ്കിൽ ദർ വോണ്ട് ബി എനി അൺസർട്ടൈൻറ്റി. അപ്പോൾ കമ്മ്യൂട്ട് ചെയ്യാത്ത ഓപ്പറേറ്റർ ആണെങ്കിൽ, എക്സാമ്പിൾ എക്സ് ആൻഡ് പി എക്സ്, എക്സ് പി എക്സ് പോലെ കമ്മ്യൂട്ട് ചെയ്യാത്ത, അതായത് കമ്മ്യൂട്ടേഷൻ ബ്രാക്കറ്റ് 0 അല്ലാത്ത ഓപ്പറേറ്റേഴ്സ് ഉണ്ടെങ്കിൽ ഫോർ ദാറ്റ് ഓപ്പറേറ്റർ ദർ വിൽ ബി അൺസർട്ടൈൻറ്റി ഇൻ simultaneous measurement. And this is the general uncertainty relation. ഇത് ചിലപ്പോൾ എസ് ആയിട്ട് ചോദിക്കാറുള്ളതാണ്.